రెడ్డి, రాజశేఖర రెడ్డి, వెంకటేశ్వర రాజశేఖర రెడ్డి, యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి, అల్లిడి నాగేంద్ర విజయవాడ అల్లిడి గొప్పే, యదుగురి വെങ്കിടേശ്വര രാജശേഖർ റെഡ്ഡി. സിനിമ മനസ്സിലായില്ലേ? ത്രീ കിങ്സ്, VK പ്രകാശിന്റെ പടം. 2011 ഈ പടം റിലീസ് ആവുന്നത്. ഈ പടത്തിന്റെ ടീസറും ട്രെയിലറൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഇത് ലോജിക് എന്ന് പറഞ്ഞ സാധനം ആവശ്യമേ ഇല്ലാത്തൊരു സിനിമയാണ്. തലച്ചോറ് നേരെ എടുത്ത് തിയേറ്ററിന്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ ഒരു പടം എന്ന് പറയുമ്പോൾ ഇപ്പൊ റിലീസ് ആവുന്ന ചില സിനിമകളില്ലേ, അതായത് സിനിമ പൊട്ടി പാളീസ് ആവുന്ന സമയത്ത് ഈ ഫിലിം മേക്കേഴ്സ് ഒക്കെ വന്നിട്ട് ഇത് ലോജിക് ആവശ്യമില്ലാത്ത പടമാണെന്നൊക്കെ പറയില്ലേ. അങ്ങനെയല്ല, ഈ പടം എന്താണ് ലോജിക്കിന്റെ ആവശ്യമേ ഇല്ല. പക്ഷെ നമ്മുടെ അന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിജീവി തമാശകൾക്ക് മാത്രം എന്ന് ചിരിക്കുന്ന ഒരു ടീം ആയതുകൊണ്ടും ഈ തമാശകളൊക്കെ നമ്മളൊരു സ്കെയിലെല്ലാം വെച്ച് ഇങ്ങനെ അളന്ന് മുറിച്ചതിന് ശേഷം മാത്രമേ ചിരിക്കൂ, അങ്ങനത്തെ ഒരു ടീമായിരുന്നു നമ്മളൊരു സമയത്ത്. അതുകൊണ്ട് അന്ന് തിയേറ്ററിൽ ഇത് വർക്കായില്ല. പക്ഷെ അന്നും ഈ പടം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത വളരെ കുറച്ച് ഓഡിയൻസ് ഉണ്ട്. എനിക്ക് ഈ പടം ആദ്യം കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട, എനിക്കും ഈ പടം അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം മൊത്തം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യേ ഇതെന്ത് പടം ഇത്, അങ്ങനെയല്ല വിചാരിച്ചു. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടു, രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ഭക്ഷണം എല്ലാം കഴിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളില്ലേ, ഈ സൂര്യ ടിവിയിൽ അല്ലെങ്കിൽ മുറിച്ചിടുമല്ലോ, അങ്ങനെ കഷ്ണമാക്കി കണ്ടിട്ട് എവിടെയോ എനിക്ക് ഈ സാധനം ക്ലിക്കായി. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട പോലെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ത്രീ കിങ്സ്. പക്ഷെ ഈ സിനിമയുടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് എല്ലാം മലയാളത്തിലെ ഏകദേശം സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ക്യാമറാമാൻ വേണു ആണ്, അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഔസേ പച്ചനെ പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിഷ്യൻ ആണ്. പക്ഷെ ഈ സിനിമയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു പ്ലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കുക, അതായത് ഒരുപാട് നമ്മൾ ചിന്തിക്കാതെ ടെൻഷൻ ആവാതെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ നമുക്കുള്ള തലയൊന്ന് ഫ്രീ ആക്കി വെച്ചുകൊണ്ട് സ്ക്രീനിൽ നോക്കി ചിരിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ത്രീ കിങ്സ്. ആക്ച്വലി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ നല്ല പണിയാണ്. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ലിറ്ററേച്ചർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാനായിട്ട് വലിയ പണിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി എഫേർട്ട് കുറവാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ചിന്തിക്കാതെ ഒരുപാട് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലോട്ട് ഉണ്ടാക്കി ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതില്ലേ, അത്യാവശ്യം നല്ല എഫേർട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണിന്റെ സമയത്താണ് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ ക്ലിപ്പുകൾ, ഫുൾ മൂവീസ് ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ട് അതിന്റെ ഒരു കമന്റ് സെക്ഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. എനിക്ക് ഭയങ്കര കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട സിനിമയാട്ടോ ഇത്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ട സിനിമയൊന്നുമല്ല, പക്ഷെ കണ്ട് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഈ ബാലരമയിലെല്ലാം ഈ കാർട്ടൂൺ, അതായത് ഈ കുട്ടിക്കഥകൾ ഉണ്ടാവുമല്ലോ, ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു കാർട്ടൂൺ പോലെയോ തമാശ പോലെയോ കോമിക് പോലെയൊക്കെ വായിക്കാൻ വേണ്ടി പറ്റിയ ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ കാണാൻ വേണ്ടി പറ്റിയ ഒരു എന്താണ് ചിരിക്കുക എന്നല്ലാതെ വേറെ ഉദ്ദേശങ്ങളൊന്നും ഈ സിനിമയ്ക്കില്ല. തമാശയാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. പക്ഷെ സിനിമയ്ക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ സിനിമയിലെ എനിക്ക് തോന്നും ഈ ആക്ട്രസ് ആയിട്ട് വന്നില്ല, അതായത് ലീഡ് റോളിൽ തന്നെ ആക്ട്രസ് ആയിട്ട് വന്ന 3 ആൾക്കാരുണ്ടല്ലോ, സമ്പ്രദ സുനില്, ആന ഗസ്റ്റൻ, അതുപോലെ തന്നെ കാജൽ സന്ധ്യ. ഈ 3 ആൾക്കാരും ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ചില സിനിമകളായിരുന്നു. അതായത് ഇപ്പൊ ആന ഗസ്റ്റിന്റെ ആദ്യത്തെ പടം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് എൽസമ്മ ആൺകുട്ടിയാണ്. അതിൽ ഏകദേശം ഹീറോയെക്കാളും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. ഹീറോ അല്ല, അതൊരു വുമൻ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ്. കാതൽ സന്ധ്യയുടെ മൂവീസ് എടുത്തു കഴിഞ്ഞാലും അവര് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളതോ അല്ലെങ്കിൽ അവരൊരു സീരിയസ് നേച്ചറിലേക്ക് വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അതിന് മുമ്പ് ചെയ്തിട്ടുള്ളത്. സമ്പ്രദ സുനിലിന്റെ സൈഡായിട്ട് ഒരുപാട് സിനിമകൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ചോക്ലേറ്റിലൊക്കെ ഒരു സൈഡ് റോളാണല്ലോ അഭിനയിച്ചിട്ടുള്ളത്. എന്നാലും ആ ഒരു കോമ്പിനേഷൻ അത്യാവശ്യം നന്നായിരുന്നു. ജയസൂര്യ സമ്പ്രദ സുനിൽ കോമ്പിനേഷൻ നന്നായിരുന്നു. ബാക്കി 2 ആക്ട്രസുകളും ഈ തമാശ അങ്ങോട്ടേക്ക് അങ്ങനെ വർക്ക് ആവാത്തതിന്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇനി മെയിൻ ലീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയസൂര്യ അത്യാവശ്യം പല ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനാണ്. ഇന്ദ്രജിത്ത് പിന്നെ തമാശയിൽ ഒരു ഉസ്താദാണ്. കാരണം അയാൾക്ക് എന്താണ് അധികം ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്തതും ഇന്ദ്രജിത്തിന് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില വെർബൽ ജോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു പുലിയാണ് ചങ്ങായി, അത് അയാൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊരാള് കുഞ്ചാക്കോ ബോബനായിരുന്നു. കുഞ്ചാക്കോ ബോബൻ പിന്നെ ഓക്കെയാണ്, കാരണം കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ എങ്ങനെയാണ് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. പക്ഷെ എന്നാലും 3 മണ്ടന്മാരുടെ കഥയാണിത്. അത് ഒരു തമാശ, അതായത് ചിരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ചെയ്തു വെച്ചൊരു സിനിമയാണ്. എന്നിരുന്നാലും ഈ പടത്തിലെ ഏറ്റവും നന്നായി സ്കോർ ചെയ്ത ആൾക്കാർ നോക്കി കഴിഞ്ഞാലില്ലേ, അത് മലയാളത്തിലെ ലെജൻഡറി ആയിട്ടുള്ള കൊമേഡിയൻസ് ആണ്. ജഗദീഷ് ശ്രീകുമാർ, സലിം കുമാർ, അതുപോലെ തന്നെ സുരാജ് വജാറമോട്. അതായത് ഈ ട്രഷർ ഹണ്ട് ആണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ നിധി കണ്ടുപിടിക്കാനായിട്ട് ഇവർ ഇത്രയെല്ലാം സ്ട്രഗിൾ ചെയ്ത് അവിടെ എത്തുമ്പോ ഒരു ചങ്ങായി ഒരു ശ്ലോകം മാത്രം മനസ്സിലാക്കിക്കൊണ്ട്
ഈ ട്രഷറിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അതുപോലെ സുരാജ് വെഞ്ഞാറമ്മൂട് ആയിരുന്നു. അതുപോലെ ഞാൻ ഒരുപാട് നാള് എന്റെ വാട്സപ്പിൽ DP ആക്കി വെച്ചിട്ടുണ്ടായ ഒരു ഫോട്ടോ കൂടിയായിരുന്നു ഇതിലെ സുരാജിന്റെ കഥാപാത്രം. മറ്റേ ഐ എം ട്രാപ്ഡ് എന്ന് പറയുന്ന സാധനത്തിൽ ആ ഒരു മീം എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു മീമായിരുന്നു. അതുപോലെ തന്നെ ഇതില് ഈ ബസ് ഇവര് ഹൈജാക്ക് ചെയ്ത ഒരു സീനില്ലേ, സ്ലോ മോഷനിൽ നടക്കുന്നവരൊക്കെ തീവ്രവാദികളാണ്, എന്റെ അറിവിലല്ല. അതുപോലെ ഒരുപാട് തമാശകളുണ്ട് ഈ പടത്തില്. സലിംകുമാറിന്റെ റോള് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നില്ല. അത് ഒരു കിഡിലെ റോളായിരുന്നു. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ശാന്തമായിട്ടിരുന്നുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആൾക്കാരില്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് വല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ബാങ്കിലെല്ലാം കയറി പോകുന്ന സമയത്ത് ഇതേപോലെ എന്താണ് കോൾഡ് ആയ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവും. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ. ഈ പടത്തില് മറ്റേ ജഗതിയുടെ അസിസ്റ്റന്റ് വിമാനത്തിൽ പോകുന്ന സമയത്ത് സലിംകുമാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് വിമാനം ഓടിച്ചിട്ടുണ്ടോ? അപ്പോ ജഗതി പറയും, ഇതുവരെ ഈച്ചയെ പോലും ഓടിച്ചിട്ടില്ല. അതുപോലെ വേറൊരു സാധനമുണ്ട്, വീട്ടിൽ അച്ഛൻ കുഞ്ഞിനോടാണ് അതിന്റെ കളി. ഇങ്ങനത്തെ തമാശകളൊക്കെ ഉണ്ട്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, വെർബൽ ആയിട്ടുള്ള ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ അശോകന്റെ കഥാപാത്രവും അത്യാവശ്യം അടിപൊളിയായിരുന്നു. അശോകൻ പിന്നെ സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ ചിരി വരും. ആ കാര്യത്തിൽ ആളൊരു പുലിയാണ്. കാരണം പണ്ട് മുതലേ ചെയ്തതിന്റെ ഒരു എന്താണ് എക്സ്പീരിയൻസ് കൊണ്ടോ അങ്ങനെ നമുക്ക് പറയാം. ബാക്കി ഉള്ള ആൾക്കാർ എക്സ്പീരിയൻസ്ഡ് അല്ല എന്നല്ല കേട്ടോ. പക്ഷെ അയാളെ കാണുമ്പോൾ തന്നെ ഒരു കോമഡി രീതിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. മറ്റൊരു പടത്തിലെ ഒരു ഡയലോഗ് ഉണ്ട്, ജഗതിയുടെ ഡയലോഗ്, അടിസക്കെ. നോക്കി, അടിസക്കെ ആക്ച്വലി കലാശാല ബാബു അതിന് മുമ്പ് ഒരു സിനിമയിൽ അത് ഒരു പക്ക വില്ലനായിട്ട് പറയുന്ന സാധനമാണ് അടിസക്കെ എന്നുള്ളത്. അതേ ഡയലോഗ് അതേ പടത്തിൽ തന്നെ ദിലീപ് പറയുന്ന സമയത്ത് ഒരു മാസമായിട്ട് വരുന്നുണ്ട്. സെയിം ഡയലോഗ് ജഗതി ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടില്ലേ, നമുക്ക് ഒട്ടും ബോറായി തോന്നിയിട്ടില്ല. ചില ഡയലോഗുകളൊക്കെ ഒരു സിനിമയിൽ ഒരാൾ പറഞ്ഞ് ഭയങ്കര ഹിറ്റാക്കി കഴിഞ്ഞാൽ അതേ ഡയലോഗ് വേറൊരു പടത്തിൽ വരുന്ന സമയത്ത് ഇപ്പൊ പല ആൾക്കാരും പോ മോനെ ദിനേശ് അതൊക്കെ പറയാറില്ലേ. പക്ഷെ അപ്പോ ലാലേട്ടൻ പറഞ്ഞ പോ മോനെ ദിനേശ് ആ സാധനം നോക്കി ഇവിടെ അങ്ങനെ കിട്ടൂല. ഇനി ആരെല്ലാം പറഞ്ഞാലും കിട്ടൂല. പക്ഷെ ഈ അടിസക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അടിസക്ക ജഗതി പറയുമ്പോഴത്തേക്ക് അത് വേറൊരു കൈൻഡ് ഓഫ് എന്താണ് ഒരു രസമുണ്ട് കേൾക്കാനായിട്ട്. കലാശാല ബാബു മോശമാക്കിയതല്ല കേട്ടോ, അത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു കഥാപാത്രമാണ് കലാശാല ബാബുവിന്റെ. പക്ഷെ ജഗതി അതിവിടെ രണ്ടാമത് ഉപയോഗിക്കുന്ന സമയത്ത് കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇനി ഈ പടത്തിന്റെ ഡയറക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓരോ പടങ്ങളും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു പടം പോലെ ആയിരിക്കില്ല മറ്റേ പടം. നമ്മളിപ്പോ ജയരാജിന്റെ എല്ലാം കാര്യം പറയാറില്ല, അതായത് ഒരു പടവും അടുത്ത പടവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ തന്നെ അത് ഷോ ഈ ചക്കായാണ് മറ്റേ പടം ചെയ്തത്. അത്രയ്ക്കും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഡയറക്ടറാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തിയേറ്റർ ഹിറ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ സിനിമകളൊന്നുമില്ല. ആൾക്കാർ ക്രിട്ടിക്കലി അക്ലൈം ചെയ്ത സിനിമകളുണ്ട് കേട്ടോ. അതായത് കണ്ടിട്ട് ഓക്കെ ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ, അതായത് കുറച്ച് ലേറ്റ് ആവുകയാണ് പടങ്ങളെല്ലാം വർക്കായി വരാനായിട്ട്. പക്ഷെ മോശമൊന്നല്ല, ബട്ട് അങ്ങനെയുള്ള സിനിമകളും ആവശ്യമുണ്ടല്ലോ. എല്ലാം ഈ അടിപൊളി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഒരിക്കൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പടത്തിലെ ഈ നായികമാരെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി അടിപൊളിയാക്കാമായിരുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സിനിമയിൽ അതായത് നമ്മളെ ജഗതി, കൊച്ചിൻ ഹനീഫ, ഇന്നസെന്റ്, അതിന്റെ പേരായിട്ട് വരുന്നത് KPC ലളിത, കൽപ്പന, പിന്നെ കൽപ്പന അല്ല നമ്മുടെ ഇവര് എന്താണ് ബിന്ദു പണിക്കര്, അതുപോലെ തന്നെ കൽപ്പനയുടെ തന്നെ സിസ്റ്റർ ആയിട്ടുള്ള ഒരാള്. ഈ മൂന്നാൾക്കാരുടെ ഒരു സിനിമയുണ്ട്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ആ ഒരു ടൈപ്പ് ഓഫ് പെയർ ആണ് നമുക്ക് ഈ ഒരു സിനിമ കിട്ടിയിരുന്നെങ്കിലില്ലേ. അപ്പോ ഈ ഫീമെയിൽ ലീഡിനും എന്തെങ്കിലുമൊക്കെ തമാശയായിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം ഈ KPSC ലളിത നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല. വെറൈറ്റി ഓഫ് കഥാപാത്രങ്ങൾ അവരുടെ കയ്യിൽ ഭദ്രമാണ്. എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. നമ്മളെ ബിന്ദു പണിക്കർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. മറ്റേ ആളും സെയിം നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ആ ഒരു ടാലന്റ് ഒന്നും ഈ നടിമാരുടെ കേസിൽ പിന്നീട് ഒരു 2005 ശേഷമൊന്നും നമുക്ക് അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ചെയ്യാൻ വേണ്ടി പറ്റിയ ആൾക്കാരെ മലയാള സിനിമയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ ഈ മൂന്ന് പ്രധാനപ്പെട്ട പെയർ ഓഫ് കഥാപാത്രങ്ങളെ മാറ്റിയിട്ട് ഇപ്പോ നസ്ലിനോ അല്ലെങ്കിൽ മാത്യൂസോ അല്ലെങ്കിൽ സംഗീത് പ്രതാപോ മെയിൽ ലീഡിൽ വരുന്നു. അതിന് കണക്കായിട്ടുള്ള ഒരു ഫീമെയിൽ ലീഡിനെ ഇപ്പൊ അത്യാവശ്യം തമാശയൊക്കെ ചെയ്യുന്ന എന്താണ് ഫീമെയിൽ ലീഡ് ഉണ്ടല്ലോ, അവരൊക്കെ വെച്ച് സിനിമ ഒന്നും ചെയ്തിരുന്നെങ്കിലില്ലേ ഇത് എനിക്ക് തോന്നുന്നു 100 കോടിയിൽ അടിച്ചിട്ടില്ല എങ്കിലും ഒരു പറയത്തക്ക ഒരു ഹിറ്റ് ആയിട്ട് അത് മാറുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2005 മുതൽ 2018 വരെ എന്ന് പറയുന്നത് നമ്മുടെ ഈ നടിമാരെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡ്രൈ ആണ്. അതായത് നായികമാരുണ്ടാവും, പക്ഷെ ഈ തമാശയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇപ്പൊ അല്ലാണ്ട് കൂടിയല്ല കേട്ടോ. ഇപ്പൊ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അതുപോലെ തന്നെ ഷോർട്സ് എന്നൊക്കെ ആൾക്കാർ തമാശ എല്ലാം ചെയ്ത് വരുന്നത് കൊണ്ട് അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ വലിയ റിച്ച് അല്ല നമ്മള്, ബട്ട് ഭാവിയിൽ അങ്ങനെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ നമ്മൾ മിസ് ചെയ്യും ഈ ഇന്നസെന്റ്, ജഗതി, കൊച്ചിൻ ഹനീഫയുടെ പെയറായിട്ട് KPSC ലളിതയും ബിന്ദു പണിക്കരും അവരൊക്കെ വരുന്ന ആ ഒരു കോമ്പിനേഷനും തമാശയും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മിസ് ചെയ്യും. അതുപോലത്തെ ഒരു പെയറിനെയാണ് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിലില്ലേ ഈ പടം ഒരു നെക്സ്റ്റ് ലെവൽ
സാധനമായി മാറിയാനെ. എന്ന് വെച്ചാൽ മോശം എന്നല്ല, ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഈ സിനിമയ്ക്ക് തന്നെ ഒരു കൾട്ട് ഫാൻ ബേസും ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി, എൻജോയ് ചെയ്യുക, ചിരിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ചെയ്തു വെച്ചിട്ടുള്ള ഒരു കോമിക് പോലത്തെ ഒരു സാധനം. അതാണ് എന്നെ സംബന്ധിച്ച് ത്രീ കിങ്സ്. ആദ്യത്തെ കാഴ്ചയിൽ ഞാൻ ഇഷ്ടപ്പെട്ട സിനിമയല്ല, കണ്ട് 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 പിന്നീട് അതിന്റെ ഓരോ ഡയലോഗും ഇതുപോലെ പല സ്ഥലത്ത് ഞാൻ പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങി. എന്നെ പോലെ തന്നെ നിങ്ങളത് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകും. സോ ഇതാണ് നമ്മുടെ ആ പഴയ പടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് പറയാനുള്ളത്. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.